സിറിയയിലെ ആഭ്യന്തര കലാപത്തിന് ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് താൽക്കാലിക പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാറ. ആരും നിയമത്തിന് മുകളിലല്ലെന്നും അഹമ്മദ് അൽ ഷാറ മുന്നറിയിപ്പ് നൽകി. 830 സാധാരണക്കാർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നത്. നിരവധി സൈനികരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, കൂടുതൽ വിശദാംശങ്ങൾ. രോഹിണി, തീർച്ചയായും ആഭ്യന്തര കലാപം കുറെ കൂടി രൂക്ഷമാവുകയാണ്. ദിനംതോറും അവിടെ കലാപം രൂക്ഷമായി മാറുന്നൊരു റിപ്പോർട്ടുകളാണ് സിറിയയിൽ നിന്ന് പുറത്തു വരുന്നത്. നമുക്കറിയാവുന്നതാണ്, സിറിയയിൽ ബഷാർ അൽ അസദിനെ പുറത്താക്കിയതിന് ശേഷം ഒരു താൽക്കാലിക സംവിധാനം എന്ന നിലയിൽ, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന തെഹ്രീർ അൽ-ഷം എന്ന് പറയുന്ന ആ ഭീകര സംഘടന ഒരു ജനാധിപത്യ സംവിധാനത്തിലേക്ക് മാറാമെന്നും കൃത്യമായ വ്യവസ്ഥാപിതമായ സർക്കാർ ഉണ്ടാക്കാമെന്ന ഒരു നിലപാട് അറിയിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രസിഡന്റായി തുടരുന്ന അഹമ്മദ് അൽ ഷാറയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഭരണം നടക്കുന്നത്. ഈ ഭരണം നടക്കുന്ന സംവിധാനങ്ങളുടെ, അതായത് നിലവിലെ സൈനിക സർക്കാർ സംവിധാനങ്ങളുടെയും ലോകം പല അന്താരാഷ്ട്ര തലത്തിലും അംഗീകരിക്കപ്പെട്ട ഈ സൈനിക സംവിധാനങ്ങൾ ഉൾപ്പെടെ നിയന്ത്രിക്കുന്ന ഒരു താൽക്കാലിക സർക്കാരിൻ്റെ നീക്കങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. നേരത്തെ ഏതാണ്ട് ഒരാഴ്ചയോളമായി ഇത്തരത്തിൽ ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതായത് ലറ്റാക്കിയയിലും അതുപോലെ തന്നെ ടാർട്ടസിലും, അതായത് ഈ തീരപ്രദേശങ്ങളിലെല്ലാം തന്നെ ഈ ബഷാർ അൽ അസദിൻ്റെ അനുയായികളുടെ വലിയൊരു സ്വാധീനമുള്ള മേഖലകളാണ്. ആ മേഖലകളിലാണ് ഇപ്പോൾ കലാപം വളരെ വലിയ തോതിലുണ്ടായത്. അവിടെ നിന്നാണ് ഇത് പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തത്. 830ഓളം പേർ മരിച്ചു എന്നാണ് ബ്രിട്ടൻ ആസ്ഥാനമായ ഒരു അന്താരാഷ്ട്ര മനുഷ്യാവകാശ കമ്മീഷനുടെ മനുഷ്യാവകാശ സംഘടനയുടെ ആധികാരികമായ ഒരു കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ മനുഷ്യാവകാശ സംഘടന പറയുന്ന കണക്കുകളിൽ ചില പൊരുത്തക്കേടുകളുണ്ട് എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ടെങ്കിലും 800-ലേറെ പേർ മരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിവിലിയൻസിനെ ആക്രമിക്കുന്ന, അല്ലെങ്കിൽ സാധാരണ മനുഷ്യരെ ആക്രമിക്കുന്നതിനെ കണക്ക് പറയേണ്ടി വരും, അല്ലെങ്കിൽ അത് ഉത്തരവാദിത്തപ്പെട്ടവർ അതിന് മറുപടി പറയേണ്ടി വരും, അതിന് കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന് വളരെ കൃത്യമായി അഹമ്മദ് അൽ ഷാറ വ്യക്തമാക്കിയിരിക്കുകയാണ്. മാത്രമല്ല, വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നത്, ഈ നിയമത്തിന് മുകളിലല്ല ആരും എന്ന ഒരു വ്യവസ്ഥ ഉണ്ട്, അത് തിരിച്ചറിയണമെന്നും അത് സിവിലിയൻസിന് നേരെയുള്ള ആക്രമണത്തെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾക്ക് വിധേയമാക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, ഈ പ്രശ്നം അത് രൂക്ഷമായി വരാൻ ഉള്ള ഒരു കാരണം ഡിസംബർ അവസാനത്തോടെയാണ് ബഷാർ അൽ അസദിനെ പുറത്താക്കുകയും അദ്ദേഹം മോസ്കോയിലേക്ക് രാഷ്ട്രീയ അഭയം തേടി പോവുകയും എല്ലാം ചെയ്തത്. ഇതിന് പിന്നാലെ വീണ്ടും ഈ സർക്കാർ സംവിധാനങ്ങൾ പുറത്തു വരികയും അത് ലോകം അംഗീകരിക്കുകയും, അതായത് പല രാജ്യങ്ങളും അത് ആ രാജ്യവുമായി, അല്ലെങ്കിൽ സിറിയയുടെ താൽക്കാലിക സംവിധാനങ്ങളുമായി നയതന്ത്ര ബന്ധം പോലും ആരംഭിച്ചൊരു സാഹചര്യമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ വലിയൊരു കലാപങ്ങൾ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ അന്താരാഷ്ട്ര സമൂഹം ഇക്കാര്യത്തിൽ കാര്യമായൊരു ഇടപെടൽ ഇതുവരെ നടത്തിയിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായത്. ഇനിയുള്ള ദിവസങ്ങളിൽ ആ പ്രത്യേകതയായിരിക്കും, അല്ലെങ്കിൽ അതുതന്നെയായിരിക്കും ഗൗരവത്തോടെ ചർച്ച ചെയ്യുക എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. രോഹിണി. ശരി, ഐസൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്.